ആദ്യമായിട്ട് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് കല്യാണത്തിന് ശേഷം കല്യാണത്തിന് മുമ്പാ പെണ്ണ് കാണലിന് നിങ്ങള് ഇട്ട ഡ്രസ് ഇട്ടതൊരു വൈറ്റ് ഷർട്ട്. ശരിയാണോ? പറഞ്ഞു രണ്ടുപേരുടെ ഡേറ്റ് അപ്പുറത്തെന്ന് പറഞ്ഞു 30 ജൂലൈ 30 ജൂലൈ അവിടെയും പാളി. 27 ജൂലൈ 29 ജൂലൈ കറക്റ്റ് തന്നെയല്ലോ. എന്റെ കണ്ണിന് അറിയാലോ. വെഡിങ് ഡേറ്റ് ഓർമ്മയുണ്ട? 19 നവംബർ 2014. അതെല്ലാം പറയാൻ കഴിയുമ്പോൾ ഇതുപോലെ വഴക്കങ്ങനെ കൂടുമ്പോഴത്തേക്ക് പറയും എനിക്ക് കണ്ണ് വയ്യാത്തല്ലേ, എനിക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല എന്റെ വിഷമം എന്ന് പറയുമ്പോൾ കഷ്ടമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പിട്ടോ ഞാനൊരു ജസ്റ്റ് വെറുതെ ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ചേട്ടന്റെ കണ്ണിന്റെ ഒരു സർജറിയുടെ ഒരു കാര്യം. അപ്പൊ അതെന്തായിരുന്നു ആ ഒരു സമയത്ത് അനുഭവിച്ചിട്ടുള്ള ആ ഒരു സ്ട്രഗിളിങ്ങും കാര്യങ്ങളൊക്കെ? ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്കൊരു ഇപ്പൊ ഒരു 30 വർഷത്തോളം ആവും ഞാൻ കോൺടാക്ട് ലെൻസസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. 30 വർഷത്തിന് അടുപ്പിച്ച 25 വർഷം കഴിയും. അന്ന് തൊട്ട് കെരാറ്റ കോൺസ് എന്നൊരു പ്രോബ്ലം, അതായത് കൃഷ്ണമണി ചെറുതായിട്ട് വെളിയിലേക്ക് ബൾജ് ചെയ്ത് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇത് എത്രത്തോളം ഞാൻ പറഞ്ഞാൽ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഈ പ്രോബ്ലം ഉള്ള ആരുടെ ചോദിച്ചാലും അവരെല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇത് തന്നെയാണ്. കൂടെ നിൽക്കുന്നവർക്ക് പോലും മനസ്സിലാവത്തില്ല നമ്മുടെ ചലഞ്ചസ്. ഈ ഇപ്പം നിങ്ങൾക്ക് എനിക്ക് ഒരു എന്താ പറയുക, 2 കണ്ണിന് 2 വിഷൻ, ഹെഡ് ഏക്സ് ഉണ്ടാവാറുണ്ട്. ഈ പറയുന്ന നമ്മൾ വെളിയിൽ പോയി ഒരു ഇത് കാണുമ്പോഴത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇന്ന് കാര്യം പറഞ്ഞു, എനിക്ക് ഒരു പ്രാവശ്യം കണ്ടാൽ എനിക്ക് മൈൻഡിൽ നിൽക്കത്തില്ല. എനിക്ക് കാണുന്ന ആൾ മിനിമം ഒരു 3, ഇന്ന് കുറച്ച് മുമ്പ് പോലെ നമ്മൾ സംസാരിച്ചു, 3 പ്രാവശ്യമൊക്കെ കണ്ട് സംസാരിച്ചു. ഒന്ന്, ഞാൻ ഒരുപാട് ആളുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. 2, എനിക്ക് ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാവാന്ന് എനിക്ക് ഇതുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നം മനസ്സിലാവത്തില്ല. ചേട്ടൻ ഒരു തവണ കണ്ടിട്ട് പിന്നെ പറയുമ്പോഴത്തേക്ക് ദൂരെ നിന്ന് കഴിഞ്ഞിട്ട് പറയുമ്പോഴത്തേക്ക് ആരാന്ന് ഞാൻ ചോദിക്കും പുള്ളി എവിടെ ചിത്രം കണ്ടിട്ട് നമ്മളെവിടെ. ഓക്കെ, അത് എനിക്ക് ഇതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ അന്നോട്ടേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സെഗ്മെന്റ് വന്നു ആ പ്രോഗ്രാമിൽ. അപ്പൊ അതിൽ നമ്മൾ ഇതുപോലെ നമുക്കുള്ള വൈഫിൽ നിന്നും ഇത് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ലൈഫിലുള്ള പ്രോബ്ലംസിനെ കുറിച്ച് പറയാം. അതൊന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ സമയത്ത് അത് കുറച്ചുകൂടെ എന്നൊരു എന്താ പറയുക, ഒരു ഓവർ ഡ്രാമാറ്റിക് ആയി പോയെന്ന് എനിക്ക് സംശയമുണ്ട്. അത് കാര്യം അതൊന്ന് എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും മ്യൂസിക് ഒക്കെ ഇട്ട് ശരിയും കളറായി. ഞാൻ ഇതൊന്നും അല്ലല്ലോ എന്നല്ല, സംഭവം തന്നെ എല്ലാം ഒറിജിനൽ തന്നെ. പക്ഷെ എനിക്ക് അത്രത്തോളം ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട്, ഒരുപാട് പേർക്ക് ഈ ഒരു വിഷയം ഉണ്ടെന്നും നമ്മൾ സർജറി കഴിഞ്ഞതിന് ശേഷം സെയിം ഹോസ്പിറ്റലിൽ ഒത്തിരി പേർക്ക് ഞങ്ങൾ ഒരുപാട് പേര്. നമ്മളെന്താന്ന് വെച്ചാൽ നിങ്ങളെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ തമാശ പറഞ്ഞ വൈബ് നടക്കുന്നതല്ല. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് അതിന്റെ ഉള്ളിൽ എന്നുള്ളത് ചിന്തിക്കുക. അപ്പൊ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് അതിന് ജെർണൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, പുള്ളിക്കാരത്തിയാണ് ഞങ്ങൾക്ക് കോയമ്പത്തൂർ പ്രോബ്ലം ചെയ്യുന്നത്. ഞാൻ ഓക്കെ ടു ബി സമറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമല്ല, എൻ്റെ ലെഫ്റ്റായി ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇത് കോർണിയ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാണ്. അപ്പോൾ ഈ കണ്ണിനിപ്പോൾ ഞാൻ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നില്ല. ഇതിലുണ്ട്, ഇതിലിപ്പോഴും കോൺടാക്ട് ലെൻസ് ഡെയിലി എടുക്കുന്നു, കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മേ ബി ഒരു 2 ഇയേഴ്സ് കൂടെ കഴിയുമ്പോഴത്തേക്ക് എനിക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കും. കാര്യം ഇത് ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. സ്റ്റിച്ചസ് ഒക്കെ പോയിട്ട് ഒന്ന് വിഷനൊക്കെ കറക്റ്റായി വന്നു. 1 മന്ത് ടോട്ടലി റെസ്റ്റ്, ഒന്നുമില്ല റൂമിനകത്ത്. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ കാഴ്ച വരത്തുള്ളൂ. അതിപ്പോഴും അത് ഇങ്ങനെ ഹീൽ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സോ ആ ഒരു ചലഞ്ചിങ് സ്റ്റേജ് ആയിരുന്നു. ഇനി അത് ഇനി ഉണ്ടാവും. ഇനി എന്തായാലും ഒരു 2 വർഷം കൂടെ കഴിയുമ്പോൾ ഈ കണ്ടന്റ് ചെയ്യേണ്ടി വരും. പിന്നെ അങ്ങനെ. പക്ഷെ അതിൽ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രോബ്ലം ഉള്ള ആളുകളുണ്ട്. അവരെ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ തന്നെ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്തിനാണെന്ന് അതാണ്. ഈ സിയക്കുട്ടീനെ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണോ? വിളിച്ച വരുമോ? ഹലോ, നീ ഉത്തരം പറയണം. നീ പറയണം അതിന് ഉത്തരം. അങ്ങോട്ട് നോക്കിയിട്ട് പറ. സിയക്കുട്ടിക്ക് ഇഷ്ടമാണോ വീഡിയോസ് ഒക്കെ ചെയ്യാൻ? ഇഷ്ടമാണ്. ആരാണ് വഴക്ക് പറഞ്ഞ വീഡിയോസ് ചെയ്യാൻ വന്നില്ലെങ്കിൽ? അങ്ങനെ വഴക്കൊന്നും പറയാറില്ല. നമ്മള് കൂടുതലും സിയെ വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒന്ന് അവളുടെ മൂടും കൂടെ നോക്കിയിട്ട്, കുട്ടികളല്ലേ,
പലപ്പോഴും ആ ഒരു ഇതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് സിയയുടെ വീഡിയോസ് കുറവാണ്. സിയയുടെ വീഡിയോസ് ഇപ്പൊ ആക്ച്വലി ഈയിടെ ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് അവളുടെ ഡാൻസ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ സീക്കുട്ടിയെ കുറിച്ച് പറയാനാണെങ്കിൽ കണ്ടിന്യൂറ്റി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. പിന്നെ അതൊക്കെ ചെയ്യത്തുള്ളൂ. ഇതൊന്നും അല്ല, ആള് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ആള് സ്വന്തമായിട്ടിരുന്ന് പറഞ്ഞു തരും, എന്റെ കയ്യിലൊരു കോണ്ടന്റ് ഉണ്ട്, ഇതാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തൂടെ. 2 ദിവസം മുന്നേ പറഞ്ഞു, ഞാൻ പറഞ്ഞത് എടുത്തില്ലല്ലോ. ആരാണ്, അച്ഛനാണോ അമ്മയാണോ ഈ അങ്കിളുമാരാണോ നല്ല കണ്ടക്ട് പറയുന്നത്? അടിപൊളി കൺസെപ്റ്റ് പറയുന്നത് ആരാ? പറയടാ. ഞാൻ വിചാരിച്ച അവള് പറയുന്ന അതിപ്പോ ഞാൻ തന്നെ ഞാൻ 2 കൈയും അപ്പൊ അവള് അവളുടെ ഒരു മൂഡും കൂടെ നോക്കിയിട്ടുള്ള പല വീഡിയോസും ഇപ്പോഴും ഞങ്ങള് ലെനയുടെ അച്ഛനെയും അമ്മയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട്. അപ്പം അതിന് നല്ല റീച്ചുള്ള നല്ല ഫാൻ ബേസ് ഉണ്ട് അവരുടെ ലെനയുടെ അച്ഛനും അമ്മയ്ക്കും. ലെനയുടെ അച്ഛന് ചൈനയിൽ നിന്നൊക്കെ മെസ്സേജ് വന്നായിരുന്നു, നിനക്ക് ഈ അച്ഛനെ ഞങ്ങൾക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചു. അവർക്ക് കണ്ടങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അച്ഛനെ തരുമെന്ന്. ലെനയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞ് നല്ല വിലയായിട്ടാണെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ തയ്യാറാണ്. അവരൊക്കെ എന്താ പറയുക, വീട്ടിലൊക്കെ എങ്ങനെയാ സപ്പോർട്ടീവ് ആണ്? എനിക്കറിയാം സപ്പോർട്ടീവ് ആണെന്ന്. പക്ഷെ അവര് ആദ്യമൊക്കെ എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നു? കാരണം ആദ്യമൊക്കെ നമ്മളിങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ കളിയാക്കലും പരിപാടികളൊക്കെ എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുവരെയ്ക്കും തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ ഫുൾ സപ്പോർട്ട്. 2 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ വീട്ടുകാർക്ക് ഒരു കുറ്റബോധമുണ്ട്. കാര്യം ഞാൻ ഫിലിം ആക്ടിങ് അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരാളായിരുന്നു. ഞാൻ എൻ്റെ 1 വർഷം ഡീബാറായി. ഞാൻ ചെന്നൈയിൽ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് സിനിമയിൽ അഭിനയിക്കാൻ പോകുമായിരുന്നു. സെറ്റിലൊക്കെ ഈ ഹൃദയത്തിൽ സൂക്ഷിക്കാനെന്ന് പറഞ്ഞ സെറ്റിലൊക്കെ ഞാൻ ഇങ്ങനെ കറങ്ങി നടന്നിട്ടുണ്ട്, ലൊക്കേഷൻ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ 1 വർഷം ഡീബാറായി. എന്നിട്ട് പിന്നെ അവസാനം ഞാൻ വീട്ടുകാരുടെ വാക്ക് അല്ലെങ്കിൽ അതിന് വില കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ മോഹങ്ങളും ഉപേക്ഷിച്ച് ഞാൻ ചെന്നൈയിലേക്ക് വണ്ടി കയറി ഗൈസ്. എന്നിട്ട് ഞാൻ പഠിക്കാൻ പോയി. പിന്നെ ഞാൻ എൻ്റെ കരിയറുമായിട്ട് അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവരുടെ മനസ്സിൽ എവിടെയോ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഉളത്തരങ്ങളൊക്കെ കാണിച്ച് ടിക്ടോക്ക് വീഡിയോ എടുത്ത് ഇടുന്ന സമയത്ത് ഭയങ്കര കൈയടി. എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുന്നു, കൈയടിക്കുന്നു. അവരങ്ങ് പ്രോത്സാഹിപ്പിച്ചാണ് ഞാൻ. പിന്നെ ലെനയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ലെനയെക്കാളും അവർക്ക് ലെനയുടെ അച്ഛനും അമ്മയ്ക്കും എന്നെ നല്ല വിശ്വാസമാണ്. എനിക്ക് ഇതിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചേട്ടന് ഈ പറയുന്നവർക്ക് കല്യാണം കഴിഞ്ഞ് ഇനി എന്തെങ്കിലും നോക്കിക്കോളും, എന്താ നല്ലതാണ്, അഭിനയിച്ചോ, കുഴപ്പമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല അവിടെ നിന്ന്. ചേട്ടൻ്റെ കഴിവിൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് സംഭവം തോന്നുന്നതല്ല. എനിക്ക് ഈ നാക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ അവരിത് കാണുമായിരിക്കുമല്ലേ. ഞാൻ വിചാരിച്ച ആദ്യമേ നിങ്ങളുടെ ലവ് മാരേജ് ആയിരിക്കും. പിന്നെയാണ് കുറച്ചുകൂടി അറിഞ്ഞപ്പോഴാണ് ലവ് മാരേജ് അല്ല അറേഞ്ച് മാരേജ് ആണ്. എങ്ങനെയാ വൈബ് സെറ്റായത്? കല്യാണം അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു കാര്യമാണ് പറയുന്നത്. അല്ല, അത് സംഭവമൊന്നുമല്ല. ഇതിപ്പം കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഏതൊരു ആളുകൾക്ക് ചോദിച്ചാലും എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതായിരിക്കും. നമ്മൾ തുടക്കത്തിൽ നമുക്ക് കുറച്ച് ഫ്രിക്ഷൻസ് ഉണ്ടാവും, ഒന്ന് സെറ്റ് ആവാനും സിങ്ക് ആവാനും ഒക്കെ. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ അവസാനം നമ്മൾ ഭർത്താക്കന്മാര് സോറിയൊക്കെ പറഞ്ഞ് അങ്ങ് സെറ്റ് ആവും. പിന്നെ നമ്മളവിടെ കീഴടക്കി കഴിഞ്ഞു. അന്ന് അതിനുശേഷം എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സമയത്ത്, അതായത് മെയിനായിട്ട് മോള് ജനിക്കുന്ന ഒരു ടൈമൊക്കെ ആവുന്ന സമയത്ത് തൊട്ടാണ് നമ്മൾ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആയിരുന്നു. അതിനുശേഷം തൊട്ട് പിന്നെ ഭാര്യ പറയുന്നതന്നെ വലിയ കാര്യം അല്ലേ. നമ്മൾ പിന്നെ ആ ഒരു രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണല്ലോ. എങ്ങനെ മാട്രിമോണിയിൽ ഇങ്ങനെ സെറ്റ് ആയത്? ഇഷ്ടപ്പെടാനായിട്ടൊരു കാര്യം അതെന്റെ അമ്മ കണ്ടുപിടിച്ച്. അവിടെ അമ്മ കണ്ടുപിടിച്ചു. അവിടെ മാട്രിമോണിയുടെ റിക്വസ്റ്റ് വന്നു. അങ്ങനെ അതെ കേട്ടല്ലോ, അങ്ങോട്ട് റിക്വസ്റ്റ് ചെന്നതാണേ. അത് പറയണോ? അല്ല പറയണം. ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് വന്നതാണ്. മൊത്തം മനസ്സിലായല്ലോ. ആണ് അത് തന്നെ. അല്ലാതെ അത് ഇങ്ങോട്ട് വന്നതല്ല. എന്താന്ന് വെച്ചാൽ ആ ഒരു ഡിമാൻഡ് അവിടെയും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ മാളിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴേക്കും എങ്ങനെ ആൾക്കാരുടെ റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ, ഓഡിയോ ഫോട്ടോസ് എടുക്കാറ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. എന്താവശ്യം ആൾക്കാർ അറിഞ്ഞിട്ട് വരാറുണ്ട്. ഒരുപാട് സന്തോഷം. അങ്ങനെ വന്ന് കൂടുതലും കുട്ടികളും അമ്മമാരുമാണ് പെട്ടെന്ന് തിരിച്ചറിയുന്നത്. അതിന് ഒന്ന് പറയേണ്ടത്, ഒന്ന് ഇപ്പം ഞങ്ങള് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നമ്മൾ അറിയാവുന്നവരുണ്ടാവും, നമ്മൾ അറിഞ്ഞൂടാത്തവരും ഒരുപാടുണ്ടാവും.
അപ്പൊ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് എന്ത് പറ്റുന്നത് വെച്ചാൽ നമുക്ക് എല്ലാവരെയും നോക്കി നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല. കാണുന്ന എല്ലാവരെയും നമ്മൾ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നടക്കാൻ അത്രയും വലിയ ആളല്ലല്ലോ. ഇപ്പൊ സെലിബ്രിറ്റീസ് ടൊവിനോയോ പൃഥ്വിരാജൊക്കെ പോകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ എല്ലാവരും നോക്കി ചിരിക്കാൻ അവരെല്ലാവർക്കും അറിയാം. നമുക്ക് അങ്ങനെയല്ല. അപ്പൊ അത് നമുക്കൊരു പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അത് സംഭവം പറ്റാറുള്ളതെന്ന് വെച്ചാൽ പല ആളുകളും വിചാരിക്കാതെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്നു, ജാടയാണ്. നമ്മൾ ഇങ്ങോട്ട് നോക്കി ആരെങ്കിലും ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയും ചിരിക്കും സംസാരിച്ചിട്ടേ പോകും. പക്ഷെ നമ്മളെ ചിലപ്പോൾ അവരിങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഒരാൾ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് പോകുന്നു. സാധാരണ നമ്മൾ ഒരാളെ പാസ് ചെയ്ത് പോകുമ്പോൾ പോകുന്നില്ല, അതുപോലെ നമ്മളങ്ങ് പോകും. അപ്പൊ അത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കമന്റ് വരും, അവർക്ക് ജാടയാണ്. പക്ഷെ വന്ന് മിണ്ടുന്നിടത്തെല്ലായിരുന്നു ഞങ്ങള് മിണ്ടാറുണ്ട്. ഒരു ജാടയോ അങ്ങനെ ഒന്നുമല്ല. നമുക്ക് ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം കാണാത്തതല്ല, അവർക്ക് നമ്മൾ അറിയാമെന്ന് നമുക്ക് അറിയില്ലല്ലോ. ആ ഒരു പ്രോബ്ലം ഉള്ളതാണ്. അല്ലാതെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മളെ ഇങ്ങനെ ഒരു റെക്കഗ്നൈസേഷൻ നമുക്ക് കിട്ടുന്നെന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യം. വെളിയിൽ പോയ ഒരാളെ കാണുമ്പോൾ തിരിച്ചറിയാന്ന് പറയുന്നത്. പെണ്ണ് കാണലിന് നിങ്ങള് ഇട്ട ഡ്രസ്സ്, അതായത് ചേച്ചി ഇട്ടത് ചേട്ടനും പറയണം, ചേട്ടൻ ഇട്ടത് ചേച്ചിയും പറയണം. ചേൻ ഇട്ടത് ഒരു വൈറ്റ് ഷർട്ട്. ശരിയാണോ? ചുരിദാർ എന്ത് കളറാണ്? ചുരിദാർ അല്ല, തോറ്റിട്ടാ. പെണ്ണ് കാണുന്നത് എനിക്ക് ഓർമ്മയില്ലല്ലോ. എനിക്ക് ഓർമ്മയില്ലാത്തൊരു വെച്ചല്ലേ ആദ്യമായിട്ട് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ്? കല്യാണത്തിന് ശേഷം കല്യാണത്തിന് മുമ്പ്? കല്യാണത്തിന് മുമ്പ്. കല്യാണത്തിന് മുമ്പൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ല. കല്യാണത്തിന് ശേഷം അധികം അങ്ങനെ മേടിക്കാറില്ല. അങ്ങനെ ഇനി മൊബൈൽ ഫോൺ ആയിരിക്കും ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. കല്യാണത്തിന് ശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് അച്ഛനെ കൊണ്ട് വാങ്ങിച്ചു തന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ ഫോൺ ഒന്നും ഞാനങ്ങനെ എനിക്ക് അത് അങ്ങനെ കൊടുക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത ചോദിക്കട്ടെ, രണ്ടുപേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞു. എന്റേത് ചേച്ചിയാ പറയേണ്ടത്. പറഞ്ഞു നീ. എന്റെ 26/12/84. 30 മെയ് 90. 90 തന്നെ. 90 തന്നെ. 30 ഇന്ന് രാത്രി നടക്കുന്നതായിരിക്കും. മെയ് അല്ല, ജൂലൈ. 30 ജൂലൈ. അവിടെയും പാളി, അതും പാളി. അപ്പൊ 27 ജൂലൈ. 29 ജൂലൈ. 29 ജൂലൈ. 27 ജൂലൈ 29 ജൂലൈ കറക്റ്റ് തന്നെയല്ലോ. എന്റെ കണ്ണിന് അറിയാലോ. വെഡിങ് ഡേറ്റ് ഓർമ്മയുണ്ട? 19 നവംബർ 2014. ഒക്ടോബർ 19 കണ്ണങ്ങനെയാണല്ലോ. അതെല്ലാം പറഞ്ഞു കഴിയുമ്പോ ഇതുപോലെ വഴക്കങ്ങനെ കൂടുമ്പോഴത്തേക്ക് പറയും, എനിക്ക് കണ്ണ് വയ്യാത്തല്ലേ, എനിക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല എന്റെ വിഷമം എന്ന് പറയുമ്പോ കഷ്ടം. അടുത്തത് കുട്ടിയുടെ നൂലുകെട്ടിന്റെ ഡേറ്റ്? 28/8. 7/7/20 27 ഡിസംബർ 27 30 31 അങ്ങനെ കൂട്ടണം. ഇല്ല, ഇപ്പൊ 27 28 29 27 28 29 30 31 1 2 3 4 4-ാം തീയതി. ജാനുവരി 4-ാം തീയതി. ഹണിമൂൺ എവിടെയായിരുന്നു? അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പോയില്ല. ഇങ്ങനെ ചാർജസ് കുടുംബം കലക്കുന്ന ഇത്ര ചാർജസ് എങ്ങനെ നിങ്ങൾ മണിക്കൂർ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി എന്തിനാ വെറുതെ കുടുംബകലം ഉണ്ടാക്കാൻ? സംഭവം അടിപൊളി സാധനമുണ്ട്. ഇഷ്ടപ്പെടാത്ത സ്വഭാവം? ഇഷ്ടപ്പെടാത്ത സ്വഭാവം ചേട്ടന്റെ പറഞ്ഞാൽ മതി. എനിക്ക് പറയാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടപ്പെടാത്ത സ്വഭാവം ചിലപ്പോ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ചില സമയത്ത്. അത്രേ ഉള്ളൂ. അറിയാം. അതുകൊണ്ട് അത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ചേച്ചിയുടെ
അല്ല സെയിം സംഭവം തന്നെ. പെട്ടെന്ന് നമ്മൾ ഒരു പോയിന്റിൽ നമ്മളൊരു ആർഗ്യുമെന്റ് നടത്തുന്ന സമയത്ത് ആ സംഭവം ഇനി എന്ത് ചെയ്താലും അംഗീകരിക്കത്തില്ല. അത് ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങിയ ആ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടി എങ്ങനെ വേണോ ഇത് ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേ അവള് തന്നെ പറയേ ഞാനത് പറഞ്ഞ മോശമായി പോയി, ഇച്ചിരി ചെറ്റായിരുന്നു. ഇനി കുറച്ച് ഞാൻ മനസ്സിൽ കാണിക്കുകയാണ് ഇഷ്ടപ്പെട്ട സ്വഭാവം. ആ പറഞ്ഞ സ്വഭാവം ഒഴിച്ച് ബാക്കി എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട സ്വഭാവം അത് ഒഴിച്ച് ബാക്കിയല്ല. അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടല്ലേ. ഓക്കെ, ഇനി ചേട്ടനോട് മാത്രമുള്ളതാട്ടോ. ചേച്ചിയോട്. ചേച്ചിയുടെ കല്യാണ വീഡിയോയില് ചേച്ചി ഇട്ട ഓർണമെന്റ്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഇട്ട മാലകളുടെ എണ്ണം. ഞാനാ ടൈപ്പല്ല, സോറി. എനിക്ക് അങ്ങനെയല്ല. പൊന്നെന്ന് പറയുന്നത് സ്ത്രീയാണ് പൊന്ന്. ഞാൻ അതിങ്ങനെ കാണാറില്ല. സോറി, ഞാൻ ആദ്യം വിചാരിച്ച മൂന്നാമത്തെ മാല ഏതാന്ന് ചോദിക്കാനായിരുന്നു ഞാൻ ആദ്യം. ഇനി ഞാൻ അത് പറഞ്ഞിട്ട് വേണം, അത് ഞാൻ എന്തുകൊണ്ട് പണയം വെച്ചു, അത്രയും പ്രിയപ്പെട്ടതല്ലേ, ഈ വീട് വെക്കാൻ വേണ്ടിട്ട് പോലും വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് കൂടുതൽ വരുന്നില്ല. ഓക്കെ, ആദ്യമായിട്ട് മേടിച്ച വണ്ടി. ആദ്യമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങി. കല്യാണത്തിന് ഞങ്ങൾക്ക് ഇല്ലാതെ ലെനയുടെ അച്ഛൻ എനിക്കൊരു വണ്ടി എടുത്ത് കൊടുത്തായിരുന്നു, ഒരു ഇക്കോ സ്പോർട്ട്. ഞാൻ എന്തായാലും എനിക്ക് വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ലെന ഇഷ്ടപ്പെട്ടതുപോലെ. അങ്ങനെ പിന്നെ ഞങ്ങൾ അത് സന്തോഷ സഹചാരിയായി കൂടെ കൂട്ടി. ഇപ്പൊ കഴിഞ്ഞ മാസം ഞങ്ങൾ ആ വണ്ടി വിറ്റു. വേറൊരു വണ്ടി എടുത്തു. 11 വർഷം കഴിഞ്ഞായിരുന്നു. ഇക്കോ സ്പോർട്ടാണ് ഞങ്ങള്. അതെ, കണ്ണങ്ങനെയാണ്. ഓക്കെ, ഒരുമിച്ച് കണ്ട സിനിമ. ആദ്യത്തെ ഫിലിം കത്തി, വിജയുടെ കത്തി. അതെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം. അതിന് മുമ്പ് അയ്യേ ഇല്ല, ഞാൻ തെറ്റിദ്ധരിച്ച. അറിയാലോ എന്റെ കണ്ണ്. എന്നിട്ട് സിനിമ കാണാൻ പോയി. ഓക്കെ, ഫസ്റ്റ് കിസ്. കല്യാണം കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അത് അവളെ മുമ്പ് വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ചെയ്യാം. അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാറില്ലേക്ക് എപ്പോ അതിനെന്താ അല്ലേ. ഓക്കെ, നിങ്ങള് ആരെ അറിയിക്കാതെ, വീട്ടുകാരെ ആരെ അറിയിക്കാതെ നിങ്ങൾ ചെയ്ത ആദ്യത്തെ കാര്യം? അത് ഞാൻ ഈ ക്യാമറയിലൂടെ വിളിച്ച് പറഞ്ഞു. സ്വർണ്ണം പണയം വെച്ച് അങ്ങനെ ആയിരിക്കും, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ഒന്ന് ഈ പിന്നെ ഹണിമൂൺ ഡേയ്സ് പറഞ്ഞതെന്ന് വെച്ചാല് സംഭവം, ഞാൻ ഈ എൻ്റെ ഹോട്ടൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ യാത്രകൾ ആണല്ലോ കൂടുതലും സമയം. അപ്പം അങ്ങനെ ജോലി റിലേറ്റഡ് ആയിട്ട് ഈ പറയുന്ന ഗോവ അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത്. അപ്പം അവിടെയൊക്കെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ആ ഒരു ആഗ്രഹം തീർത്ത്. ഇപ്പോഴും അങ്ങനെയല്ല. ഇപ്പോഴും എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഗോവയില് 2-3 വർഷം അതെ അവിടെയായിരുന്നു ജോലി ചെയ്തത്. ഞാൻ എപ്പോഴും ഈ ഒരു സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറഞ്ഞ പോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ വിവാഹിതനാണ് എന്ന് ഒരു ബോധം മൈൻഡിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാൻ അധികം ചോദിക്കുന്നില്ല, കാരണം എന്താ പറയാ, ഇനി മറ്റൊന്ന് നമുക്ക് പാല് കച്ചവണ്ട് വീട്. അതുകൊണ്ട് നമുക്ക് വീട് പെട്ടെന്ന് കണ്ടിട്ട് ഞാൻ പോട്ടെ. പിന്നെ അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആണ്, 3 ബെഡ്റൂമുള്ള അപ്പാർട്ട്മെന്റ് ആണ്. ട്രിവാൻഡ്രത്ത് കുളത്തൂരാണ്. ഓക്കെ, അപ്പം ഇവിടെ ഷാനൂർ ഹോംസ് ആണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ പേര്, ഷാനൂർ ടെക് മെറിഡിയൻ. സോ അതിൽ ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, 3 ബെഡ്റൂമുള്ള. അതിൽ ചെറിയൊരു കിച്ചൺ, ഈ കാണുന്നതാണ് കിച്ചൺ. അതെ, മൊത്തം ഒന്ന് സെറ്റപ്പായൊക്കെ വരുന്നതേ ഉള്ളൂ. ഇതിൽ ഞങ്ങൾ ചെറിയൊരു ലൈവ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്ത് ഒരു ലൈവ് കിച്ചൺ എന്നുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ്. ഇത് ക്ലോസ്ഡ് ആയിരുന്നു ഇവർ ചെയ്ത സമയത്ത്. ഞങ്ങളാണ് പിന്നെ ഇത് ഓപ്പൺ ചെയ്യിപ്പിച്ച് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിലാക്കി എടുത്തത്. ഞങ്ങൾ ചെറിയൊരു കിച്ചൺ എന്നേ ഉള്ളൂ, അങ്ങനെ വലിയൊരു വീടോ മൊത്തത്തിൽ അപ്പാർട്ട്മെന്റ് തന്നെ ഭയങ്കര വലുതല്ല. 3 ബെഡ്റൂം ഉണ്ടെങ്കിലും ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആണ്, ചെറിയൊരു കിച്ചൺ. പിന്നെ ഇന്റീരിയർ ഒക്കെ ചെയ്തത് അതിന്റെ കാര്യം പറയണമല്ലോ. അതെ, ഇവരാണ് സാൻഡ് ഡിസൈൻസ്, ഇവരാണ് നമ്മുടെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ആദ്യം തൊട്ട് നമുക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിന്നത്. അപ്പൊ അവരിവിടെ പണിയെടുത്തോണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ആദ്യം തൊട്ട് നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്ത് ഇതെല്ലാം ഡിസൈൻ ചെയ്ത് തന്നത് അവർ തന്നെയാണ് നമുക്ക്. അപ്പോൾ അതൊരു താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇതിലോട്ട് പോവാം. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു
ബാൽക്കണി ഉണ്ട്, അതും ഒന്ന് സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒന്നും റെഡി ആയിട്ടില്ല, 2-3 ദിവസം കൂടെ എടുക്കും എന്തായാലും ഒന്ന് റെഡി ആവാൻ. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റേജ് ആയതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി വേണമെന്നുള്ളത് കൊണ്ട് നമ്മൾ പണി തീരാത്ത വീട് നമ്മൾ കാണിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു ഗസ്റ്റ് റൂമാണ്. വാഷ്റൂംസ് എല്ലാം പിന്നെ നമ്മൾ അധികം ഒന്നും ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. വാഷ്റൂം എല്ലാം ബിൽഡേഴ്സ് എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ ഒരു ഗസ്റ്റ് റൂമാണ്. വന്നോ ഇങ്ങോട്ട് നില്ല ഇവിടെ. പക്ഷേ ഇത് നമ്മുടെ ഈ ഇൻറ്റീരിയർ ടീം തന്നെ സജസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ആവശ്യവും രീതിയും ഒക്കെ കൂടെ നോക്കിയിട്ട് ഇത് ഈ ഒരു ഗസ്റ്റ് റൂം ആണെങ്കിൽ പോലും ഇതൊരു മൾട്ടിപർപ്പസ് റൂമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെറ്റപ്പാണ്. ഇത് ബെഡാണ് ഫോൾഡ് ചെയ്ത് അങ്ങനെ വെച്ചേക്കുന്നത്. അല്ലാതെ ഇങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ടേബിളും കിട്ടും. അപ്പോൾ ഈ ടേബിള് നമ്മൾ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ഡിസ്കഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാനും, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു TV വെക്കാനുള്ള ഒരു യൂണിറ്റിൻ്റെ ഒരു സെറ്റപ്പ്, പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി. ഈ ബാൽക്കണി രാത്രിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെടി നിൽക്കുമ്പോഴത്തേക്ക് ചെറിയൊരു പാർഷ്യൽ വ്യൂ കിട്ടും, സീയുടെ പാർഷ്യൽ വ്യൂ കിട്ടും. അപ്പാർട്ട്മെന്റ് ബാക്ക് സൈഡ് വരുന്നത് സീ വ്യൂ ആ സൈഡിലോട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഈ സൈഡിൽ നിന്ന് നമുക്കൊരു പാർഷ്യൽ വ്യൂ കിട്ടും. പിന്നെ ഇവിടെ ഈ ഒരു സ്പേസ് അത് അവർ മെയിനായിട്ട് സജസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ മോളിവിടെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഡാൻസോ പാട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് അപ്പാർട്ട്മെന്റ് ചെറുതായതുകൊണ്ട് തന്നെ അധികം സ്ഥലമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സ്ഥലം വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം അത് അവർ സജസ്റ്റ് ചെയ്ത ഒരു ഐഡിയ ആണ്. അപ്പൊ അതെന്തായാലും അവർ അങ്ങനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തത്. ഹൈഡ്രോളിക് ഒക്കെ ഉള്ള ഒരു ബെഡാണ്. നമ്മൾ പറയുന്ന എല്ലാം അവരതുപോലെ പെട്ടെന്ന് ചെയ്തു തരുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇനി നമുക്ക് കാണിക്കാനുള്ള റൂമുണ്ട് അല്ലേ ഡെസിയ? കം കം കം. അപ്പോൾ പിന്നെ ഉള്ളൊരു റൂം എന്ന് പറയുന്നത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബഹളം ഉണ്ട് മൊത്തത്തിൽ. ഇതാണ് നമ്മുടെ സീക്കുട്ടിയുടെ റൂം. ഈ സീക്കുട്ടിയുടെ റൂം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയൊരു പറയട്ടെ ബ്രോ, നമുക്ക് ചെറിയൊരു ബങ്ക് ബെഡ് സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിന് താഴെ വേറൊരു ബെഡുണ്ട്, അതിന് താഴെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ബങ്ക് ബെഡ് സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നടന്ന് സ്റ്റെപ്പുണ്ട്, പിടിച്ച് കയറി അല്ലേ, ലാഡറുണ്ട്, പിടിച്ച് കയറി മുകളിൽ പോയി കിടന്നുറങ്ങും എന്നൊക്കെയാണ് പറയുന്നത്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അതെ, ഇതിന് പിന്നെ ചെറിയൊരു ബാൽക്കണി പോലെ ചെറിയൊരു സെറ്റപ്പും ഉണ്ട്. അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ വീടിന്റെ വിശേഷം. അപ്പൊ ടീം കുഞ്ഞിപ്പുഴുവിന്റെ നമ്മള് വീടൊക്കെ കണ്ടു. പിന്നെ പാലുകാച്ചിലാണ്. ഒരുപാട് സന്തോഷങ്ങൾ വരാനിരിക്കുന്നു. ആശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. ഇതിനെല്ലാത്തിനും കൂട്ടുനിന്ന ഞങ്ങളുടെ ടീം അംഗങ്ങളോടും ഞങ്ങളുടെ ഫാമിലിയോടും ഞങ്ങളുടെ ഓഡിയൻസിനോടും പിന്നെ ദൈവത്തിനോടും എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ. കുറെ വീഡിയോസ് ഒക്കെ വരട്ടെ. തിരക്കൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് കുറെ വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം. ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മുടെ വലിയ അനൗൺസ്മെന്റ്സ് ഉടനെ വരുന്ന ഫിലിമൊക്കെ നടക്കട്ടെ. അപ്പൊ അടിപൊളിയായിട്ടിരിക്കട്ടെ. ഇനി കാണാം. താങ്ക് യു.